ഇറാനിലെ തന്ത്രപ്രധാനമായ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിവെച്ചുവെന്നും ഇറാന്റെ ആണവ പദ്ധതികളുടെ മുന്നോട്ടു പോക്കിന് ഇത് കാര്യമായ കാലതാമസം ഉണ്ടാക്കുമെന്നും സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി മേധാവി ജോൺ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിവരങ്ങൾ അമേരിക്കയുടെ പ്രതിരോധ രംഗത്തും നയതന്ത്ര തലത്തിലും വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. അതേസമയം ആക്രമണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ട് ചോർന്നതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത അതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. CIA ഡയറക്ടർ ജോൺ പറയുന്നതനുസരിച്ച് ഇറാനിലെ പ്രധാന ആണവ സൈറ്റുകൾ ആക്രമണത്തിൽ നശിക്കപ്പെട്ടു. എന്നാൽ രാജ്യത്തിന്റെ സമഗ്രമായ ആണവ പദ്ധതി പൂർണ്ണമായി ഇല്ലാതാക്കാൻ സാധിച്ചോ എന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുമില്ല. അമേരിക്കൻ ആക്രമണങ്ങൾ ഇറാനിലെ സെൻട്രിഫ്യൂജുകളെയോ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരത്തെയോ പൂർണ്ണമായും തുടച്ചു നീക്കിയിട്ടില്ലെന്ന് ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് റാറ്റ്ക്ലിഫിന്റെ ഈ പരാമർശനങ്ങൾ വന്നതും. ഇത് ഇറാനിയൻ ആണവശേഷിയെക്കുറിച്ചുള്ള കൃത്യമായ വിലയിരുത്തലുകളിൽ നിലനിൽക്കുന്ന അവ്യക്തതയെക്കുറിച്ച് വിരൽ ചൂണ്ടുന്നുണ്ട്. എന്നിരുന്നാലും ആണവ പദ്ധതികൾ പൂർണ്ണമായി ഇല്ലാതാക്കിയെങ്കിൽ പോലും ഇവയ്ക്ക് ഗുരുതരമായ തിരിച്ചടിയേറ്റു എന്നത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നതാണ്. നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ചുള്ള സുപ്രധാന രഹസ്യാന്വേഷണ റിപ്പോർട്ട് ചോർന്നതിൽ പ്രസിഡന്റ് ട്രംപ് കടുത്ത അതൃപ്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സംഭവം അദ്ദേഹത്തെ ഏറെ പ്രകോപിപ്പിച്ചതായാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനയും. ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങളെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷിമയിലും നഗസാക്കിയിലും നടന്ന അണുബോംബ് ആക്രമണങ്ങളോടാണ് ട്രംപ് ഉപമിച്ചത്. ഈ താരതമ്യം ആക്രമണത്തിന്റെ തീവ്രതയെയും ഇറാൻ നേരിടുന്ന വെല്ലുവിളികളുടെ വ്യാപ്തിയെയും എടുത്തു കാണിക്കുന്നതുമാണ്. ഇതിനിടെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സഹായം വാഗ്ദാനം ചെയ്തതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. എന്നാൽ താൻ വാഗ്ദാനം നിരസിച്ചുവെന്നും ട്രംപ് അവകാശപ്പെടുന്നുണ്ട്. ഹേഗിൽ നടന്ന നാറ്റോ ഉച്ചകോടിയിലാണ് മാധ്യമപ്രവർത്തകരോട് ട്രംപ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വ്ളാഡിമിർ തന്നെ നേരിട്ട് വിളിച്ച് ഇറാനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ തനിക്ക് ഇറാനുമായി ബന്ധപ്പെട്ട് ഒരു സഹായവും ആവശ്യമില്ലെന്ന് അറിയിക്കുകയായിരുന്നുവെന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് പുടിനോട് ആവശ്യപ്പെട്ടത് ഇറാന്റെ കാര്യത്തിൽ സഹായമല്ലായിരുന്നു, പകരം റഷ്യ യുക്രൈൻ ചർച്ചകളിൽ റഷ്യ കരാർ പൂർത്തിയാക്കാൻ സമ്മതിക്കണമെന്നും താൻ വ്ളാഡിമിറിനെ അറിയിച്ചതായാണ് ട്രംപ് വെളിപ്പെടുത്തിയത്. ഈ സംഭാഷണം അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ സങ്കീർണമായ ബന്ധങ്ങളെയും അമേരിക്കയുടെ മുൻഗണനകളെയും വ്യക്തമാക്കുന്നുണ്ട്. റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്കയുടെ നിലപാട് ഉറപ്പിച്ചു പറയുന്നതായി ഈ വെളിപ്പെടുത്തൽ ഉണ്ട്. അതേസമയം ഇറാൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ബോംബാക്രമണങ്ങളിൽ റഷ്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. അമേരിക്കയുടെ ഈ നടപടികൾ സംഘർഷത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും പുതിയൊരു സംഘർഷാവസ്ഥയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്തുവെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പ്രതികരിച്ചിരുന്നു. അമേരിക്കൻ നടപടികൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്നുവെന്നും റഷ്യ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. അമേരിക്കയുടെ ആക്രമണങ്ങൾ ഇറാന്റെ ആണവശേഷിയെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്നും രാജ്യത്തിന്റെ ആണവ പദ്ധതികളെ പിന്നോട്ട് നയിച്ചുവെന്നുമാണ് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെടുന്നത്. എന്നിരുന്നാലും അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇതിന് വിരുദ്ധമായ വിവരങ്ങളാണ് നൽകുന്നത്. ആക്രമണങ്ങൾ ഇറാന്റെ സെൻട്രിഫ്യൂജുകളോ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരമോ പൂർണ്ണമായും ഇല്ലാതാക്കിയിട്ടില്ലെന്ന് ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ വൈരുദ്ധ്യം ആക്രമണത്തിന്റെ യഥാർത്ഥ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ പ്രസ്താവനകളുടെ വിശ്വാസ്യതയെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. കൂടാതെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളുടെ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയെക്കുറിച്ചുള്ള ട്രംപിന്റെ വിലയിരുത്തലിനെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡും ശരിവച്ചിരുന്നു. ഇറാനിലെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളായ നദാൻസ്, ഫോർഡോ, എസ്ഫഹാൻ എന്നിവ പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ടി വരുമെന്നും ഇതിന് വർഷങ്ങൾ എടുക്കുമെന്നും അവർ വ്യക്തമാക്കി. ഈ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ഇറാന്റെ സാമ്പത്തിക സ്ഥിതിക്കും സാങ്കേതിക ശേഷിക്കും വലിയ വെല്ലുവിളി ഉണ്ടാക്കുമെന്നുമാണ് വ്യക്തമാക്കുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ സമാധാനപരമായി മുന്നോട്ട് പോകുന്നുണ്ടെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് മേഖലയിലെ സംഘർഷാവസ്ഥ ലഘൂകരിക്കുന്നതിനുള്ള ഒരു ശുഭസൂചനയായി കാണാമെങ്കിലും ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളുടെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകരാജ്യങ്ങൾ. അതേസമയം ഇറാൻ ഒരു സങ്കീർണമായ സംഘർഷാവസ്ഥയിലൂടെ പോകുമ്പോൾ ഒരു ചോദ്യം രാജ്യത്ത് ഉയർന്നിരുന്നു. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി എവിടെയായിരുന്നു എന്ന്. ഇറാനിൽ പരമമായ അധികാരം വഹിക്കുന്ന 86 വയസ്സുള്ള നേതാവിനെ ഒരാഴ്ചയോളം പരസ്യമായി കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല എന്ന കാര്യമായിരുന്നു ചോദ്യത്തിനൊക്കെ വഴിവെച്ചതും. സംഘർഷാവസ്ഥ ആരംഭിച്ചതിനു ശേഷം ഇറാനിയൻ മാധ്യമങ്ങൾ ഖമേനിയുടെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുമില്ല. ഈ കാര്യവും വളരെ ശ്രദ്ധേയമായ ഒന്നായിരുന്നു.
അതേസമയം അദ്ദേഹത്തെ ഒരു രഹസ്യ ഭൂഗർഭ ബങ്കറിലേക്ക് മാറ്റിയെന്നും വധശ്രമങ്ങൾ ഒഴിവാക്കാൻ ആശയവിനിമയത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹത്തോട് അടുത്ത ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നുണ്ടായിരുന്നു.